വെള്ളാപ്പള്ളി നടേശൻ ലീഗിനും മലപ്പുറത്തിനുമെതിരെയുള്ള പ്രസംഗം ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. നിർത്തില്ല. കാരണം ഈഴവ സമുദായത്തെ അവഗണിക്കുന്നു. ആ അവഗണന ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നത് UDF നിന്നാണ്. തന്നെ കത്തിച്ചാലും താൻ ഈ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയും എന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത്. മുമ്പ് ഒരു സമയത്തും ഇല്ലാത്ത തരത്തിലുള്ള ഊർജമാണിപ്പോൾ വെള്ളാപ്പള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പലരും പറയും വെള്ളാപ്പള്ളിയല്ലേ പറയുന്നത്, അതിപ്പോൾ പറയുന്നത് ചിലപ്പോൾ നാളെ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പറയും. പക്ഷേ ഈ സമീപ സമയങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകളൊന്നും തന്നെ തിരുത്താൻ തയ്യാറായില്ല, ക്ഷമ ചോദിക്കുന്നില്ല, മാപ്പുമില്ല, ഒരു ഓപ്പുമില്ലാത്ത രീതിയിൽ തന്നെ വെള്ളാപ്പള്ളി തൻ്റെ ഇടത്തോടുകൂടി അങ്ങ് പോവുകയാണ്. വളരെ വിവേകത്തോടുകൂടിയാണ് വെള്ളാപ്പള്ളി കാര്യങ്ങൾ സമീപിക്കുന്നത് എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് ക്ഷമാപണവും പിൻവലിക്കലും ഒന്നും ഇല്ലാത്തത്. വെള്ളാപ്പള്ളി പറയുന്നതിൻ്റെ കാര്യം എന്തിനും ഏതിനും മലപ്പുറത്തേക്ക് ചോദിക്കുക. സർക്കാർ ഒരു പുതിയ കാര്യം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ചോദിക്കണം. മലപ്പുറത്ത് ചോദിക്കണമെന്ന് പറഞ്ഞാൽ അത് പാണക്കാട് കുടുംബത്തിലേക്ക് ചോദിക്കണമെന്നർത്ഥം. ഇതിന് വഴിതെളിച്ച് വെച്ചു കൊടുത്തത് UDF കാലം മുതലാണ്. ആ UDF ഇപ്പം വെള്ളാപ്പള്ളി തന്നെ മനസ്സിലാക്കുന്നുണ്ട് UDF അധികാരത്തിൽ വരും എന്ന്. UDF അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ലീഗിന്റെ ഭരണമായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ ലീഗ് സീറ്റ് വിഭജന ചർച്ചകളിലും അതുപോലെ തന്നെ ഈ LDF നിൽക്കുന്ന ചില ഘടകകക്ഷികളെ ഇപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിലും ഒക്കെ വലിയ ഉത്സാഹം കാണിക്കുന്നുണ്ട്. ഉത്സാഹം മാത്രമല്ല, തങ്ങളുടെ സീറ്റ് വരെ കൊടുക്കാം എന്നുള്ള രീതിയിൽ വിട്ടുവീഴ്ചയ്ക്ക് വരെ തയ്യാറാകുന്നുണ്ട്. അത്തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2026 ഭരണത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ്. 10 വർഷമായി ഭരണത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ചില്ലറ കാലമല്ലത്. മുൻകാലങ്ങളിലൊക്കെ 5 വർഷം മാറി നിൽക്കും, അടുത്ത 5 വർഷം അധികാരത്തിലേക്ക് വരും, LDF UDF LDF എന്ന ക്രമത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതിനൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. LDF പിണറായി വിജയൻ ഏതു തരത്തിലുള്ള കുതന്ത്രവും ആവിഷ്കരിക്കും എന്ന് നന്നായിട്ട് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരാൾക്കറിയാം. അതുകൊണ്ടാണ് ഘടകകക്ഷികളെ കൂടുതലായിട്ട് ചേർക്കുന്നത്. ഘടകകക്ഷികളെ കൂടുതലായിട്ട് ചേർക്കുമ്പോൾ എല്ലാവർക്കും സീറ്റ് വിഭജനത്തിൽ സീറ്റ് ഉണ്ടായിരിക്കണം, മന്ത്രി പദവി പോലും കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 21 മുഖ്യമന്ത്രി അടക്കം 21 പേരെ വയ്ക്കാം. എല്ലാ ഘടകകക്ഷികൾ കൂടുന്നതനുസരിച്ച് മന്ത്രിമാരുടെ എണ്ണവും കൂട്ടിക്കൊണ്ടുപോയാലും അതും താങ്ങാൻ കഴിയുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ലീഗ് ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ലീഗിന്റെ വിട്ടുവീഴ്ചയിൽ തന്നെ പലതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ചില ലീഗിന്റെ സീറ്റ് കോൺഗ്രസിന് കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. കാരണം കോൺഗ്രസിലെ പല നേതാക്കന്മാരും ലീഗിന്റെ മണ്ഡലത്തിൽ പോയി മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം അവിടെ സേഫാണ്, പാലം വലിക്കില്ല. പാലം വലിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്. അതുകൊണ്ട് ഇപ്പൊ കെ മുരളീധരൻ തന്നെ ഗുരുവായൂർ മണ്ഡലമാണ് നോട്ടമിടുന്നത്. കാരണം ലീഗിന് കൂടുതൽ ആധിപത്യമുള്ള ഇടമാണ്. BJP അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഒരു വിജയസാധ്യത കാണുന്നുണ്ട്. ലീഗിന്റെ മുഴുവൻ വോട്ടും കിട്ടുമെന്നുള്ള ഒരു കണക്കുകൂട്ടലും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കോംപ്രമൈസിനൊക്കെ തയ്യാറാകുമ്പോൾ ലീഗ് അധികാരത്തിൽ വരുമ്പോൾ ഇവർ കൂടുതൽ വിലപേശൽ നടത്തും. വിലപേശലല്ല, അവർ തന്നെ ഭരിക്കും. കോൺഗ്രസിന് മേലെ ലീഗ് പോകുന്ന ഒരു കാലത്തിലേക്കാണ് നീങ്ങുന്നത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പാണ്. മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിലും
ഭരണം അവർ നടത്തിക്കൊണ്ടുപോകും. അവർക്ക് പലതരത്തിലുള്ള അജണ്ടയുണ്ട്. ഇപ്പോൾ തന്നെ LDF-നോടൊപ്പം നിന്ന, പിണറായിയോടൊപ്പം നിന്ന സമസ്ത തന്നെ അവിടം വിട്ടിട്ട് UDF പിന്തുണയുമായിട്ട് ലീഗിനോടൊപ്പം ചേരുകയാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിലെ ജമായത്തെ ഇസ്ലാമി ആയാലും വെൽഫെയർ പാർട്ടി ആയാലും ഇങ്ങനെയുള്ളവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ലീഗിന്റെ കുടക്കീഴിൽ നിൽക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ കൂടുതൽ അസ്വസ്ഥനായിക്കൊണ്ട് പറയുന്നത്, ഇവരുടെ ഭരണമായിരിക്കും ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. UDF-ന്റെ സീറ്റ് വിഭജനം വരുമ്പോൾ നോക്കിക്കോണം എത്ര ഈഴവ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന്. ഇപ്പോൾ തന്നെ സുധാകരനെ മാറ്റി KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തൃപ്പൂണിത്തുറയിൽ ഒരു MLA ഉണ്ട്, K ബാബു മാത്രം. 2026 K ബാബു മത്സര രംഗത്തുണ്ടാകാൻ സാധ്യതയില്ല, അദ്ദേഹം മാറി നിൽക്കും. പിന്നെ അടൂർ പ്രകാശിനെ തിരികെ കൊണ്ടുവരുമായിരിക്കും, MP സ്ഥാനത്ത് നിന്ന് മാറ്റി കോന്നിയിൽ MLA ആക്കുമായിരിക്കും. ഇപ്പോൾ അദ്ദേഹം UDF കൺവീനർ കൂടിയാണ്. അല്ലാതെ ഏറെ പ്രാതിനിധ്യമൊന്നും ഈഴവ സമുദായത്തിന് കിട്ടുന്നില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് വെള്ളാപ്പള്ളി. അതുകൊണ്ടാണ് അദ്ദേഹം തുടരെ ഈ പ്രസ്താവന ഇറക്കുന്നതും. അങ്ങനെ വരുമ്പോൾ ലീഗിന്റെ ആധിപത്യം UDF-ൽ ഉണ്ടാകും, ലീഗ് ആയിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇവിടം ക്രൈസ്തവ വിഭാഗം UDF-ൽ നിന്ന് അകലും. അങ്ങനെ അകൽച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട്. അവർക്ക് വേണ്ടതായ കാര്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടെന്നുള്ളതാണ്. മലപ്പുറം വിഭജിക്കും, വേറൊരു ജില്ല കൂടി വരും. അതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൂടെ അവർക്കുണ്ടാകുന്ന നേട്ടം ചില്ലറയല്ല. അങ്ങനെ അവരുടെ കൈകളിലേക്ക് ഭരണം പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഈ സമസ്തയും കൂടി ലീഗിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം, മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ഒന്നിച്ചൊരു കുടക്കീഴിൽ വരണം. അത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി കോൺഗ്രസ്സുകാർക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് മേലെ നിൽക്കുന്ന, കോൺഗ്രസിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, എന്തിന് ഹൈക്കമാൻഡുമായിട്ട് നേരിട്ട് കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലീഗാണ്. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൽ നിന്ന് ആരായിരിക്കും മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് തീർച്ചപ്പെടുത്തുന്നത് പോലും ലീഗായിരിക്കും. ചെറിയ വിഷയങ്ങളിൽ പോലും ലീഗിന്റെ ഇടപെടൽ, കോൺഗ്രസിനകത്ത് ആര് സ്ഥാനാരോഹണം നടത്തിയാലും നേരെ പാണക്കാട്ടേക്ക് വരിക, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഹൈക്കമാൻഡ് എപ്പോഴും ലീഗിന്റെ വാക്കുകളും മുഖവിലേക്ക് എടുക്കും. ലീഗിന്റെ ഒരു വലിയ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ വയനാട്ടിൽ നിന്ന് ആങ്ങളും പെങ്ങളും ജയിച്ചു കയറിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശനെ കൂടുതൽ അസ്വസ്ഥനാക്കിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി പറയുന്നതിൽ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്, അല്ലാതെ സ്ഥലകാലബോധമൊന്നും ഇല്ലാതെ വെള്ളാപ്പള്ളി പറയുന്നതല്ല, കൃത്യമായ കാര്യമാണ്. ഇതൊരു മതവിദ്വേഷമൊന്നും അല്ല. അത് ഈ കേരളത്തെ നശിപ്പിക്കാൻ വരുന്ന മതതീവ്രവാദത്തെയാണ് വെള്ളാപ്പള്ളി ചോദ്യം ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.